ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി UDF കൺവീനർ അടൂർ പ്രകാശ്. താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണും മുൻപ് മുഖ്യമന്ത്രി കണ്ടു. ആ സ്വകാര്യ സംഭാഷണത്തിന്റെ ചിത്രങ്ങളുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ തന്നോടുകൂടി വരണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെട്ടു. കാട്ടുകള്ളനാണ് ഒപ്പം വന്നത് എന്ന് അറിഞ്ഞിരുന്നില്ലെന്നും അടൂർ പ്രകാശ് MP പറഞ്ഞു. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുകയും അദ്ദേഹവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ ചിത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീമതി സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിൻമെൻറ്റ് നേടിയെടുത്തതിന് ശേഷം ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. MG പ്രതീഷാണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് UDF കൺവീനറുടെ മറുപടി, വിവരങ്ങൾ എന്തൊക്കെ ആണ്? ഉന്മേഷ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊത്ത് കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ പുറത്തു വന്നത്. CPM അത് വലിയ പ്രചരണം വിഷയമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും ഇന്നലെ ഈ വിഷയത്തിൽ പരാമർശം നടത്തിയത്. അതിനുള്ള മറുപടിയാണ് അടൂർ പ്രകാശ് ഇന്ന് ഒരു പ്രതികരണമായി തന്നെ പറഞ്ഞത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യമായി കാണുന്നത്. താൻ കാണുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ചെവിയിൽ പറഞ്ഞത് എന്താണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നതാണ് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ കാര്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പരിചയപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിപാടികൾക്ക് തന്നെ ക്ഷണിച്ചിരുന്നു. ഈ തന്റെ മണ്ഡലത്തിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു. CPM MLA മാർ ഉൾപ്പെടെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ അടൂർ പ്രകാശ് പറയുന്നത്. അതിന് പിന്നാലെ ശബരിമലയിലെ അന്നദാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങിലേക്കും തന്നെ ക്ഷണിച്ചു. MP എന്ന നിലയിൽ താൻ ആ ചടങ്ങിൽ പങ്കെടുത്തു. പിന്നീടാണ് സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെയും ഒപ്പം വിളിക്കുകയും താൻ ഒപ്പം പോവുക മാത്രമാണ് ചെയ്തത്. ഒരു കാട്ടുകള്ളനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ താൻ അടുപ്പിക്കില്ലായിരുന്നുവെന്നും ഇക്കാര്യം സോണിയാഗാന്ധിയെ ധരിപ്പിക്കുമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്താണ് ഉണ്ടായത്, എന്താണ് അവിടെ ചർച്ച ചെയ്തതെന്നുള്ള കാര്യം കൃത്യമായൊരു മറുപടി അടൂർ പ്രകാശ് പറയുന്നില്ല. അക്കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അന്വേഷിക്കൂ എന്നുള്ള ഒരു മറുപടി മാത്രമാണ് പറയുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിരാതെ ആ പ്രതികരണം പാതി വഴിയിൽ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.